ജീവിതവും മരണവും ഒരേ ഇടത്ത് ഇഴചേർന്ന് ജീവിക്കുന്ന ഒരു നഗരം. ഇവിടെ ആളുകൾ ജീവിക്കാൻ വരുന്നതല്ല, മരിക്കാൻ വരുന്നതാണ്. എന്തുകൊണ്ട്? മരിച്ചാൽ മോക്ഷം ഉറപ്പാണെന്ന് വിശ്വസിക്കുന്ന ഒരു നഗരം. പകലോ രാത്രിയോ ഇവിടെ ചിതകൾ ഒരിക്കലും അണയുന്നില്ല. ഇതാണ് വാരണാസി, ലോകത്തിലെ ഏറ്റവും വിചിത്രവും ആത്മീയവുമായ നഗരം. പക്ഷേ ഈ നഗരത്തിന്റെ യഥാർത്ഥ രഹസ്യങ്ങൾ നിങ്ങൾ അറിയുന്നില്ല. ഉത്തർപ്രദേശിലെ ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന നഗരമാണ് വാരണാസി. കാശി എന്നും ബനാറസ് എന്നും പേരുകളുണ്ട്. ഭാരതത്തിന്റെ ആത്മീയ തലസ്ഥാനം എന്നറിയപ്പെടുന്ന വാരണാസി ലോകത്തിലെ പഴയതും ജനങ്ങൾ തിങ്ങി നിറഞ്ഞു ജീവിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ്. മാർക്ക് ട്വൈന്റെ വാക്കുകളിൽ ചരിത്രത്തെക്കാൾ പഴക്കമുള്ളതും ഇതിഹാസങ്ങളെക്കാൾ പുരാതനവുമായ നഗരമാണ് കാശി എന്നാണ്. പ്രായമായ ആളുകൾ കാശിയിൽ പോകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ ഐതിഹ്യം എന്തെന്നാൽ കാശിയിൽ വെച്ച് മരിക്കുന്നത് പൂർവ്വജന്മത്തിൽ നിന്ന് മോക്ഷം കിട്ടുന്നു എന്നാണ് ഹൈന്ദവ വിശ്വാസം പറയുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം പ്രായമായ ആളുകളെയും രോഗികളെയും എല്ലാം അവരുടെ അവസാന നാളുകൾ ഇവിടെ ചിലവഴിക്കാറുണ്ട്. ചിലർ കുടുംബത്തെ എല്ലാം വിട്ട് തീർത്തും ആത്മീയതയിലേക്ക് പോകുന്നവരുമുണ്ട്. കാശിയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ ഇവിടെ നടക്കുന്ന ഗംഗാ ആരതിയാണ്. ദശാശ്വമേധ് ഘട്ടിൽ നടക്കുന്ന ഗംഗാ ആരതി ലോക പ്രശസ്തമാണ്. നദിയെ ആരാധിക്കുന്ന ഈ ചടങ്ങ് കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തുന്നത്. അതുപോലെ തന്നെ 12 ജ്യോതിർലിംഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടുത്തെ കാശി വിശ്വനാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. പലതവണ തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്ത ഈ ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ രൂപം 1780 മറാത്ത രാജ്ഞിയായ അഹല്യബായ് ഹോൾക്കർ നിർമ്മിച്ചതാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സർവകലാശാലകളിൽ ഒന്നായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രത്യേകതയുള്ള ഒന്നാണ് വാരണാസിയിലെ ഘട്ടുകൾ. 80-ലധികം ഘട്ടുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ദശാശ്വമേധ് ഘട്ടിലാണ് ഗംഗാരതി നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെയുള്ള ഘട്ടുകളിൽ ഒന്നാണ് മണികർണിക ഘട്ടും ഹരിചന്ദ്ര ഘട്ടും. ഇവ രണ്ടും ശ്മശാന ഘട്ടുകളാണ്. മണികർണിക ഘട്ട് വാരണാസിയിലെ ഏറ്റവും പഴക്കമുള്ളതും പവിത്രവുമായ ശ്മശാന ഘട്ടാണ്. വാരണാസിയിൽ ശവസംസ്കാര ചടങ്ങുകൾ നിയന്ത്രിക്കുകയും ചിതയ്ക്ക് തീ പകരുകയും ചെയ്യുന്ന വിഭാഗമാണ് ഡോം സമുദായം. വാരണാസിയിലെ ഈ ശ്മശാന ഘട്ടുകളുടെ മേൽനോട്ടം വഹിക്കുന്ന ഡോം സമുദായത്തിന്റെ തലവനാണ് ഡോം രാജ. കാശിയിൽ മൃതദേഹം ദഹിപ്പിക്കണമെങ്കിൽ ഡോം രാജാവിന്റെ കയ്യിൽ നിന്ന് അഗ്നി വാങ്ങണം എന്നാണ് വിശ്വാസം. ഈ അഗ്നി വാങ്ങാതെ നടത്തുന്ന സംസ്കാരം പൂർണ്ണമല്ലെന്നും ആത്മാവിന് മോക്ഷം ലഭിക്കില്ലെന്നും വിശ്വസിക്കപ്പെടുന്നു. ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഇവിടെ സംസ്കാരം ചെയ്യപ്പെടുന്ന ആത്മാക്കൾക്ക് ഉടൻ മോക്ഷം ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ രാത്രിയോ പകലെന്നോ ഒരേ സമയം ഒന്നിലധികം ചിതകൾ കത്തിക്കൊണ്ടിരിക്കും. മരണം ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന തിരിച്ചറിവ് നൽകുന്ന നഗരത്തിലെ ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളിൽ ഒന്നാണിത്. അടുത്തത് അസ്സി ഘട്ട്, ഗംഗയും അസ്സി നദിയും സംഗമിക്കുന്ന ഇടം. രാവിലെ ഇവിടെ നടക്കുന്ന സുബഹ് ഹി ബനാറസ് എന്ന സാംസ്കാരിക പരിപാടിയും യോഗ ക്ലാസുകളുമാണ് അസ്സി ഘട്ടിന്റെ പ്രത്യേകത. വാരണാസിയിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് ഗംഗാ മഹോത്സവ്. ഉത്തർപ്രദേശ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ് ഗംഗാ മഹോത്സവ് സംഘടിപ്പിക്കുന്നത്. 5 ദിവസത്തെ ഉത്സവമാണ്. ഈ ഉത്സവം ആഗോള സന്ദർശകരെ ആകർഷിക്കുന്ന ഒന്നാണ്. അടുത്തത് ദേവ് ദീപാവലി. ദീപാവലി കഴിഞ്ഞ് 15-ാം ദിവസം ഇവിടെയുള്ള ഘട്ടുകളിൽ ലക്ഷക്കണക്കിന് ദീപങ്ങൾ കൊളുത്തി ആഘോഷിക്കുന്നതാണ് ദേവ് ദീപാവലി. പിന്നെ ഉള്ളതാണ് മഹേന്ദ്ര കബീർ ഉത്സവ്. സൂഫി ഭക്തി ഫോക്ക് ഗാനങ്ങൾ ഒന്നിക്കുന്ന കബീർ ഫെസ്റ്റിവൽ ഒരു ആഗോള ആകർഷണമാണ്. ഘട്ടുകളിൽ ഒരു ഓപ്പൺ സ്കൈ ഫെസ്റ്റ് ആയി ഇത് നടക്കുന്നു. ബനാറസ് ഹോളിയും ഏറ്റവും പഴക്കമുള്ള ഒരു ഉത്സവമാണ്. ഗംഗാ ടൂർ ബോട്ടിൽ കജരി ഫോക്ക് ഗാനങ്ങളോടുകൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ബനാറസ് ഹോളി. വാരണാസിയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന സാരാനാഥ് ആഗോള ബൗദ്ധ തീർത്ഥാടകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങളിൽ ഒന്നാണ്. ഗൗതമ ബുദ്ധൻ തന്റെ ആദ്യ ധർമ്മ പ്രഭാഷണം നടത്തിയ സ്ഥലം എന്നാണ് അറിയപ്പെടുന്നത്. വാരണാസിയിൽ വരുന്ന സന്ദർശകർ ഒഴിവാക്കാൻ പാടില്ലാത്ത മറ്റൊരു അനുഭവമാണ് ഗംഗാ ബോട്ട് യാത്ര. പല ഘട്ടുകളിലൂടെയുള്ള ഈ യാത്ര ക്ഷേത്ര സ്തൂപങ്ങൾ, ജ്വലിക്കുന്ന ചിതകൾ, ഭക്തരുടെ ഗംഗാ പൂജ ഇവയെല്ലാം ഒരു ക്യാൻവാസിൽ ഒരുമിച്ച് കാണാൻ പറ്റുന്നതാണ്. ലോക പ്രശസ്തമായ ബനാറസി പട്ടുസാരികൾ നിർമ്മിക്കുന്നത് ഇവിടെയാണ്. കബീർ ദാസ്, തുളസിദാസ് തുടങ്ങിയ പ്രശസ്ത കവികളുടെ ജന്മദേശമാണിത്. കൂടാതെ ഭാരതീയ ശാസ്ത്രീയ സംഗീതത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ നഗരം. ഇതിനെല്ലാത്തിലും ഉപരി വാരണാസിയിലെ വിചിത്രമായ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അതിലൊന്നാണ് വാരണാസിയിലെ അഘോരികൾ. വിചിത്രമായ കാഴ്ചകളിൽ ഒന്ന് തന്നെയാണ് അഘോരികൾ. ശ്മശാനങ്ങളിൽ ജീവിക്കുന്ന ഇവർ ശരീരത്തിൽ മനുഷ്യഭസ്മം പൂശുകയും തലയോട്ടി പാത്രമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത രീതിയാണ് ഫോളോ ചെയ്യുന്നത്. ഇവർ നടത്തുന്ന കഠിനമായ താന്ത്രിക വിദ്യകൾ പുറം ലോകത്തിന് പലപ്പോഴും ഭയമുണ്ടാക്കുന്നവയാണ്. അടുത്തത് മരണത്തിനായി കാത്തിരിക്കുന്ന ഹോട്ടലുകൾ എന്നറിയപ്പെടുന്ന
മുക്തി ഭവൻ. മരിക്കാനായി വാരണാസിയിൽ വരുന്ന കുറെ ആളുകളുണ്ട്. മുക്തി ഭവൻ പോലുള്ള സ്ഥലങ്ങളിൽ ഒരാൾക്ക് 15 ദിവസം വരെ താമസിക്കാം. അതിനുശേഷം അവർക്ക് താമസം ഒഴിയേണ്ടി വരും. കാശിയിൽ വെച്ച് മരണമടയുകയാണെങ്കിൽ മോക്ഷം കിട്ടുമെന്ന വിശ്വാസമാണ് ഇതിനു പിന്നിൽ. അതുപോലെ മറ്റൊന്നാണ് അണയാത്ത ചിതകൾ. മണികർണിക ഘട്ടിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി ചിതകൾ അണയാതെ കത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഗംഗാജലത്തിന്റെ പ്രത്യേകത. നമുക്കറിയാം ഗംഗാനദിയിലെ വെള്ളം മലിനമാണെന്ന്. എന്നാൽ ഈ വെള്ളം എത്ര കാലം കുപ്പിയിൽ സൂക്ഷിച്ചാലും മലിനമാവില്ല എന്നാണ് പറയുന്നത്. ശാസ്ത്രീയമായി നോക്കിയാൽ ഗംഗാജലത്തിലെ ബാക്ടീരിയോഫേജ് എന്ന വൈറസുകളാണ് ഇതിന് കാരണം. വാരണാസിയിലെ ഗല്ലികൾ, ഈ ചെറിയ ഇടവഴികളിലൂടെ ഒരാൾക്ക് കഷ്ടിച്ച് മാത്രമേ നടക്കാൻ പറ്റുകയുള്ളൂ. ഇതിലൂടെയാണ് മൃതദേഹങ്ങൾ കൊണ്ടുള്ള യാത്രകളെല്ലാം നടക്കുന്നത്. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും തവളകളുടെ കല്യാണം. മഴയുടെ ദേവനായ വരുണനെ പ്രീതിപ്പെടുത്താൻ തവളകളെ തമ്മിൽ കല്യാണം കഴിപ്പിക്കുന്ന ചടങ്ങ് ഇവിടെ നടക്കുന്നതാണ്. അതുപോലെ ഒന്നാണ് ലഹരി കലർന്ന പ്രസാദം. ബാങ്ക് നിയമപരമായി കിട്ടുന്ന സ്ഥലമാണ് വാരണാസി. ലസ്സിയിലും ദണ്ടായിലും ലഹരി ചേർത്ത ഈ പാനീയം കൊടുക്കുന്നത് അത് ഇവിടുത്തെ ഉത്സവങ്ങളുടെയും ആചാരങ്ങളുടെയും ഒരു ഭാഗമാണ്. വാരണാസിയിലെ കുംഭമേള വളരെ പ്രശസ്തമാണ്. 2025 ടൂറിസ്റ്റ് ഒഴുക്കിൽ പ്രയാഗരാജ് മഹാകുംഭമേള ഒരു പ്രധാന ഘടകമായിരുന്നു. ഇതേ വർഷം തന്നെ വാരണാസി ഒരു ചരിത്ര നേട്ടം കൈവരിച്ചിട്ടുണ്ട്. 7.26 കോടി ടൂറിസ്റ്റുകൾ ഈ നഗരം സന്ദർശിച്ചു എന്നതാണ്. ഇതോടെ ഉത്തർപ്രദേശ് സർക്കാർ വാരണാസിയെ ഒരു ആഗോള ടൂറിസം ഹബ്ബായി പ്രഖ്യാപിച്ചു. വാരണാസിയിലെ ടൂറിസം ഇന്ന് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഉണർവ് നൽകിയിട്ടുണ്ട്. ഹോട്ടലുകൾ, ഗസ്റ്റ് ഹൗസുകൾ, ഹോം സ്റ്റേകൾ, ഗതാഗതം, ഭക്ഷണം, ഗൈഡ് സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ദേവ് ദീപാവലി, മഹാശിവരാത്രി ഉൾപ്പെടെ ഉത്സവ സീസണുകളിൽ ഘട്ടുകളിൽ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുചേരുന്നു. ഇന്ത്യൻ അന്തർദേശീയ ടൂറിസ്റ്റുകൾ ഈ ഉത്സവ കാലങ്ങളിൽ പ്രത്യേകമായി വാരണാസി സന്ദർശിക്കുന്നുണ്ട്. നമുക്കറിയാം വാരണാസിയും അവിടുത്തെ ഘട്ടുകളുടെയും ഗംഗാ നദികളുടെയും എല്ലാം ഇന്നത്തെ അവസ്ഥ എന്താണെന്ന്. നമാമി ഗംഗ പോലുള്ള പദ്ധതികളെല്ലാം വർഷങ്ങളായി ഗംഗയെ ശുദ്ധീകരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായി അതിലെ വെള്ളത്തിന്റെ ഗുണനിലവാരം നല്ലതല്ല. പക്ഷേ ഘട്ടുകൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടു വരുന്നുണ്ട്. ആത്മീയ വിനോദസഞ്ചാരത്തിന് വാരണാസിയിൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. കാശി വിശ്വനാഥ് കോറിഡോർ ക്ഷേത്രത്തെയും ഗംഗാനദിയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഈ പുതിയ ഇടനാഴി ഭക്തർക്ക് വലിയ സൗകര്യമൊരുക്കുന്നുണ്ട്. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പൊതുഗതാഗത റോപ്പ് വേ സംവിധാനം വാരണാസിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ലോകത്ത് മറ്റെവിടെയും കാണാൻ കഴിയാത്ത രീതിയിലുള്ള ജീവിത ശൈലിയും ആചാരങ്ങളുമാണ് ഇവിടെ ഉള്ളത്. 3000 വർഷത്തോളമായി ആ നഗരം ജീവിക്കുന്നത് ഒരേ സംസ്കാരത്തിലാണ്. അവിടെയുള്ള ആളുകൾ ജീവിക്കുന്നത് ആ സംസ്കാരത്തിൽ ഊന്നിയുമാണ്. ചുരുക്കത്തിൽ വാരണാസി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിന്റെ ഇടയിലും സഞ്ചാരികളുടെ അമിതമായ ഒഴുക്കിലും ഒരു ഗ്ലോബൽ സ്പിരിച്വൽ ഹബിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ആത്മാവ് എവിടെയൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട്. മണികർണിക ഘട്ടിലെ ചിതകൾ എരിയുന്ന കാഴ്ച ഇന്ന് പലർക്കും സോഷ്യൽ മീഡിയ കണ്ടന്റിന് മാത്രം ഇടേണ്ട കാഴ്ചയായി മാറിയിരിക്കുന്നു. മറിച്ച് ജീവിതവും മരണവും ഇത്രയേറെ ഇടചേർന്ന് കിടക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വാരണാസിയെ നമ്മൾ അനുഭവിച്ചു കണ്ടറിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം ജീവിച്ച സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മറ്റൊരു ലോകത്തെത്തിയ ഒരു അനുഭവമായിരിക്കും. കാരണം ഘട്ടുകളിലൂടെയുള്ള യാത്ര മരണവും ജീവിതവും ഇത്ര അടുത്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരും.